ഈ കൊളസ്ട്രോൾ ആയാലും പ്രഷർ ആയാലും പ്രമേയമൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്. ലൈഫ് സ്റ്റൈലിൽ നിന്ന് പ്രധാനപ്പെട്ടൊരു കാരണം മാനസികമായി പിരിമുറുക്കാൻ ടെൻഷൻ. കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നെർവും മസിലൊക്കെ വീക്കാവും, ഓർമ്മ പോലും കുറയും. പ്രകൃതിദത്തമായ ഒരു ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ ആൾക്കാർ ശരിക്കും എങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. കേരളത്തിൽ ആരോഗ്യം വളരെ മോശം. മലയാളിയെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വിദ്യാഭ്യാസം കണ്ടിട്ട് കാര്യമില്ലോ, വിവേകം വേണ്ടേ. എഡ്യൂക്കേഷൻ വിൽ നോട്ട് ഗിവ് ഇൻ്റലിജൻസ്. അതാണ് കുഴപ്പം. നമ്മൾ വർത്താനം പറയും, ഇതാണ് ശൈലങ്ങൾ. നമ്മൾ വേണ്ടത് ചെയ്യുന്നില്ല, വേണ്ടാത്തൊക്കെ ചെയ്യുന്നില്ല. നമ്മൾ ഒരു ഭക്ഷണം കഴിച്ച് വയറ് വീർത്തിരിക്കും, അരമണിക്കൂർ നല്ല മണം കേട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും പോയി കഴിക്കും. എന്നിട്ട് നമ്മുടെ മനസ്സിനെ കൺട്രോൾ. സ്ട്രെസ് റിലീസ് ആക്കാൻ നമുക്ക് മ്യൂസിക് ഉപയോഗിക്കാം. നമ്മൾ മ്യൂസിക് തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ സാധാരണ മ്യൂസിക്കുകളൊന്നും അല്ല, ഇവിടെ നമ്മൾ സാമ്പ്രദായികമായ ഭജനകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഓരോരോ ഓർഗാനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ, അങ്ങനെ മനസ്സ് ശാന്തമാകാൻ ഗാനം ചെയ്യൂ എന്നാണ് വേദം പറയുന്നത്. ആയുർവേദമാണ് ഈ ഗാനത്തിന് ദൈവവിഭാഷ ചികിത്സ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, ഫാമിലി ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്. അതുകൊണ്ടാണ് ആയുർവേദം ഹോളിസ്റ്റിക് സയൻസ് എന്ന് പറയുന്നത്. ഇതിനുപരി ആയുർവേദം മനുഷ്യന് വേണ്ടി മാത്രമല്ല, പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും ഈവൻ ചെടികൾക്കും ഒക്കെ കൂടിയുള്ള ആ അറിവാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആയുർവേദത്തിനെ പ്രാഥമിക നമ്പർ 1 ആക്കി മാറ്റുന്ന പറഞ്ഞാൽ അത് നന്നായിട്ടില്ലായിരുന്നു അന്നത്തെ ഭരണകാലം. അന്ന് ആയുർവേദത്തിന് മുൻനിർത്തിയിട്ട് മറ്റേ ആക്സസ് ആക്കി ഇന്നിവിടെ ആരോഗ്യം മാറും. സഹസ്രനാമം ചൊല്ലുമ്പോൾ ബ്രീത്തിങ്ങിന് ഒരുപാട് വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. ബ്രീത്ത് കൺട്രോളും കാര്യങ്ങളും നമ്മുടെ ലങ്സിന് ഒരുപാട് ഗുണമാണെന്ന് പറയുന്നു. അത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊണ്ട നമ്മുടെ ശരീരത്തിലെ ഫോഴ്സുകൾ, എനർജി ഫോഴ്സ് ആണല്ലോ, ആ ഫോഴ്സുകൾ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ജൈവമായ പ്രക്രിയകൾ നോർമലാണ്. ആയുർവേദം വെറും ഫിസിക്കൽ മെഡിസിൻ അല്ല. ഫിസിക്കൽ മെഡിസിൻ, മെൻ്റൽ പ്ലീസിങ് ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ്, ഈ 3 വിധത്തിലാണ് ആയുർവേദം ചെയ്യുക. ഈ ആത്മീയതയെ പറ്റി പറയുമ്പോൾ ഭയങ്കര അബദ്ധങ്ങളായ പലരും അതിനെപ്പറ്റി വ്യാഖ്യാനിക്കും. അത് വേറെ വിധത്തിലേക്കാണ്. ശരിക്കും ഒന്നുമല്ല. ഈ ആത്മീയത എന്ന് വെച്ചാൽ ആത്മാവിനെ സംബന്ധിച്ചുള്ളൂ. ആത്മാവ് എന്ന് വെച്ചാൽ ജീവൻ. ആയുർവേദം 2 വാക്കുണ്ട്. ആയുഹു വേദം, ആയുസ്സിൻ്റെ വേദം. ആയുസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനനം മുതൽ മരണം വരെയുള്ള നമ്മുടെ ജീവിതക്രമം, അതാണ് ഒരു ജീവിതത്തിൻ്റെ വേദം എന്ന് വെച്ചാൽ അറിവ്. അപ്പോൾ നമ്മൾ അവിടെ മനുഷ്യൻ മാത്രമല്ല, ഈ വേദം എന്ന് പറയുന്ന ആ അറിവ് നമ്മൾ സയൻസല്ല. അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഋഷീശ്വരന്മാർ ധ്യാനം കൊണ്ട് പഠിച്ച് ഈ പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള അറിവാണ്. കാരണം നമ്മൾ പലരും വിട്ടുപോകുന്നത്, നമ്മളും ഈ പ്രപഞ്ചം നമ്മൾ അകൽച്ച പാടില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവനാണ്, മറ്റുള്ള മൃഗങ്ങളെ പോലെ. അപ്പോൾ ഈ പ്രകൃതി എങ്ങനെയാണ്, പ്രകൃതിയാണ് നമ്മുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം, അതായത് നമ്മുടെ ശരീരത്തിൽ തുടിക്കുന്ന ഒരു ജീവനുണ്ട്. എനർജി എന്ന് പറയാം, പ്രാണൻ എന്ന് പറയാം, ബ്രഹ്മം എന്ന് പറയാം, ഏത് വേണമെങ്കിൽ പറയാം. അത് ഓരോ ജീവജാലങ്ങളും തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നില്ല, നമ്മൾ തലകുത്തി മറിയല്ലേ. നമ്മളെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമി സൂര്യനെ ചുറ്റിച്ചെന്നു, ഭൂമി അച്യുതണ്ട് ചെയ്യുന്നു. അത് അനുഗ്രഹങ്ങൾ, അന്യഗ്രഹങ്ങൾ, ചന്ദ്രൻ നമ്മുടെ ചുറ്റും കൂടി. ഇതനുസരിച്ച് നമ്മുടെ ശരീരത്തിലും ജൈവമായ മാറ്റങ്ങളുണ്ട്. രാത്രിയും പകലും കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ആ ഫിസിയോളജിക്കൽ ആക്ഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഈ പ്രപഞ്ചത്തിനനുസരിച്ച് നമ്മുടെ ഈ വൈബ്രേഷൻ, ആ ജീവൻ തുടിച്ചും കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു സെല്ലുള്ള ജീവി മുതൽ നമ്മൾ മൾട്ടി സെല്ലുള്ള ആനിമലാണ്. നമ്മൾ അനേക സെല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓരോ സെല്ലും അതാത് തലത്തിലും ആ മൈറ്റോകോൺട്രിയയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലേ നമ്മുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. അതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മൾ വളരുമ്പോഴൊക്കെ ആ വൈബ്രേഷൻ മൂലമാണ് നമ്മൾ വരുന്നത്. ഇത് ഈ പ്രപഞ്ചത്തിനനുസരിച്ചാണ് നമ്മളിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും, ഈവൻ ചെടികളാണ്. ഇപ്പം നമ്മൾ സയൻസ് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിന് 28 ദിവസം കൂടുമ്പോൾ ഒരു പാട നീണ്ടും പൊട്ടിപ്പോകും. പാട ഒഴിഞ്ഞു പോണ്ട്, നമ്മൾ അറിയുന്നില്ല. പാമ്പുകൾ പടം പൊഴിക്കുമ്പോൾ അങ്ങനെ ഈ 27 ദിവസം കൊണ്ട് പല മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിൽ വരും. അതെന്താ വെച്ചാൽ ഈ നമ്മുടെ ഭൂമിയുടെ കറക്കും ചന്ദ്രൻ്റെ ആ ആകർഷണം തമ്മിലുള്ള ബന്ധമാണ്. 27 ദിവസമാണല്ലോ ചന്ദ്രൻ്റെ, 14, 14, 28, 27 ദിവസം. ഇതാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ അറിയില്ല. അതാണ്. പക്ഷെ അതറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കണം. ഈ വൈബ്രേഷൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള മനസ്സാണ്. ഇപ്പം ടെൻഷനുള്ള ആൾക്കാർക്ക് ഇത് 28 ദിവസം വരെ 24 ദിവസം കൊണ്ട് പോയിരുന്നു.
അപ്പോൾ നമ്മളൊരു ഉദാഹരണമാണ് ഞാൻ വെച്ചാൽ ഇത് കുറച്ച് ടെക്നിക്കലായ കാരണം സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറയുമ്പോൾ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ അല്ല ഉണ്ട്. ഈ സോറിയാസിസ് പറഞ്ഞ രോഗമുണ്ട്. അത് സാധാരണ നമ്മൾ 28 ദിവസം കൂടുമ്പോൾ ഒരു ലെയർ സെല്ല് പോകും. ഈ സോറിയാസിൽ 4 ദിവസം കൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം അത്രയും ശരീരത്തിൽ ഈ വൈബ്രേഷൻ കൂടുതലാണെന്ന് അർത്ഥം. അത് ഇവിടോടൊപ്പം നമ്മൾ തലച്ചോറുള്ള ഈ സെല്ലും ആ നെർവും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓവർ വൈബ്രേഷൻ, അതാണിത് കാരണം. അപ്പം നമ്മുടെ ശരീരത്തിലെ ഫിസിയോളജി ആൾട്ടർ ചെയ്തു. അതാണ് പെത്തോളജി ആയിട്ട് മാറുന്നത്. അതിലുണ്ടാകുന്ന ആ ജൈവ പ്രക്രിയയ്ക്കുണ്ടാകുന്ന മാറ്റമാണ് അതിന് കാരണം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വരുന്ന വ്യത്യാസവും മനസ്സിൻ്റെ ടെൻഷൻ. ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകും. ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകും. അത് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ടെൻഷൻ ഇൻഡ്യൂസ്ഡാണ്. ഈ കൊളസ്ട്രോൾ ആയാലും അല്ല പ്രഷർ ആയാലും പ്രമേയമൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്. ലൈഫ് സ്റ്റൈലിൽ നിന്ന് പ്രധാനപ്പെട്ടൊരു കാരണം മാനസികമായി പിരിമുറുക്കാൻ ടെൻഷനാണ്. അപ്പോൾ ആയുർവേദം ഇതിനെ എങ്ങനെ സമ്യമായ രീതിയിൽ കൊണ്ടുപോകാം. രാഗാദി രോഗം എന്ന് ആയുർവേദം പറഞ്ഞു. രാഗാദികളായിട്ടുള്ള രോഗങ്ങളാണ്, രാഗദ്വേഷാദികളാണ്. അപ്പോൾ മാനസികമായ വികാരങ്ങളാണ് ശാരീരികമായ രോഗങ്ങളുടെ അടിസ്ഥാനം. അതിൻ്റെ ബേസിക്കിലാണ് നമ്മൾ ഈ ആയുർവേദത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ആയുർവേദ രോഗം എന്ന് പറയുന്നത് വെറും ശാരീരികമല്ല, ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ WHO ഹെൽത്ത് എന്ന് പറയുന്നത് മുമ്പ് ഇറ്റ്സ് ആബ്സെൻസ് ഓഫ് ഡിസീസ് പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ പറഞ്ഞത്. ഇപ്പോൾ അത് മാറി. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, ഫാമിലി ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്. ഇങ്ങനെയുണ്ട്. ആയുർവേദം അത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആയുർവേദം ഹോളിസ്റ്റിക് സയൻസ്. അതെ, അത് മാത്രമല്ല, ഇതിനുപരി ആയുർവേദം മനുഷ്യന് വേണ്ടി മാത്രമല്ല, ഈ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും ഈവൻ ചെടികൾക്കും ഒക്കെ കൂടിയുള്ള ആ അറിവാണ്. എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ള അറിവാണ് ആയുർവേദം. അത് വൃക്ഷായുർവേദം വരുന്നുണ്ട്, മൃഗായുധം വരുന്നുണ്ട്. ഇതൊക്കെ ഒരേ കൺസെപ്റ്റാണ്. ഈ എനർജിയാണ് എല്ലാ മൃഗങ്ങളുടെയും ശരീരത്തിലും, എല്ലാ ശരീരത്തിലും. നമ്മളൊരു മൃഗമാണോ, 2 കാലിൽ നടക്കുന്ന മൃഗമാണല്ലോ നമ്മൾ. മൃഗത്തിൻ്റെ ലക്ഷണം നമ്മൾ കാണിക്കും, ചില ആൾക്കാർ കാണിക്കുന്നു മാത്രം. അപ്പോൾ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക്, അത് എല്ലാ തലത്തിലും എല്ലാ വിഭാഗക്കാർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് മനുഷ്യന് വേണ്ടി മാത്രമല്ല, മനുഷ്യനും പശുവിനും ആനയ്ക്കും ഒക്കെ കൂടി ഉണ്ടാക്കിയതാണ്. അതിൽ ബേസിക് ഇതാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവിയാണ്. ഈ പ്രപഞ്ചത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം, പ്രകൃതികരമായി ജീവിക്കണം. അതിൽ മറ്റുള്ള മൃഗങ്ങളെല്ലാം അതിൻ്റേതായ പ്രകൃതിസ്ഥമായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾ പശുവിന് കഞ്ഞി കൊടുത്താൽ കഴിക്കും, കുറച്ച് ഇറച്ചിയുടെ ചാറ് കൊടുത്തു അത് കഴിക്കില്ല. ആനയ്ക്ക് നിങ്ങൾ ഇറച്ചി കൊടുത്തു അത് കഴിക്കില്ല. കാരണം അതിനറിയാം അതിൻ്റെ പ്രകൃതി വെജിറ്റേറിയൻ ആണെന്ന്. നമ്മളെ മനുഷ്യനെ എന്താണെന്ന് ആർക്കും അറിയില്ല, എന്ത് കിട്ടിയാലും കഴിക്കും. അതാണ് നമ്മൾ ഈ രോഗം ഉണ്ടാകാൻ കാരണം. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു സിംഹം കുറേ അധ്വാനിച്ച് ഓടിയൊരു മൃഗത്തിനെ കൊന്ന് കഴിഞ്ഞാൽ അതൊരു മണിക്കൂർ വേറെ എവിടേക്ക് പോകില്ല, അവിടെ കടന്നു. അപ്പം ആ സമയത്ത് എന്ത് മൃഗം വന്നാലും അത് ഉപദ്രവിക്കില്ല, പിന്നെ ഭക്ഷണം കഴിക്കില്ല. നമ്മൾ ഒരു ഭക്ഷണം കഴിച്ച് വയറ് വീർത്തിരിക്കും, 1/2 മണിക്കൂർ നല്ല മണം കേട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും പോയി കഴിക്കും. എന്നിട്ട് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ഇല്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ഇല്ല. മൃഗങ്ങൾക്ക് അവരുടേതായ മനസ്സിനെ കൺട്രോൾ. ഈ മനസ്സിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ശാന്തത എന്ന് പറയും. ഈ ആയുർവേദം എന്നത് വേദത്തിൽ നിന്നാണ് വന്നത്. ഈ വേദം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയെപ്പറ്റി, പ്രപഞ്ചത്തിനെ പറ്റി പഠിച്ച് ജ്ഞാനതപസ് കൊണ്ട് ആ പ്രപഞ്ച നിരീക്ഷണം കൊണ്ട് ഒബ്സർവേഷനാണ് വേദം. ഒബ്സർവേഷൻ ഉണ്ടായ സിദ്ധാന്തങ്ങളാണ് വേദം. അതിന് വേറെ എവിഡൻസ് ബേസൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിന്ന് പഠിച്ച് എങ്ങനെയാണ് ഈ പ്രകൃതിയിലെ അറിവ്. അപ്പോൾ നമ്മൾ അതിൽ മറ്റേ തീയിന് കാണുന്നുണ്ട് അല്ലേ, ഫ്രിക്ഷൻ മൂലം തീ ഉണ്ടാകുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, ഇതിനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഈ എനർജി എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ വേദം എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ പറഞ്ഞ ആദ്യത്തെ ശ്ലോകം അഗ്നി നീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃദ്ധിജം ഹോതാരം രത്നധാതമം. അഗ്നി ഈളേ, ശരിക്കും ഈടേന്നാണ് അത് ചൊല്ലി ഈളേതായിട്ടാണ്. അഗ്നിയെ സ്തുതിക്കുന്നു. സ്തുതിക്കാൻ അതിനെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിനെ സംരക്ഷിക്കും, അഗ്നിയെ സംരക്ഷിക്കണം. ഈ അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കും തീയാണ്, അല്ല. പ്രഭാവിഭവസ്തു, ഈ പ്രകൃതിയിലുണ്ടാകുന്ന പ്രൈമോഡിയൽ എനർജിയാണ് അഗ്നി. അതിനെ പ്രപഞ്ച നിരീക്ഷണം നടത്തി നമ്മുടെ പഴയ ഋഷീശ്വരന്മാർ അതിനെ കണ്ട് അരണി കടഞ്ഞിട്ട് ഒരു ചെറിയതിലേക്ക് ഒരു തിരിയിലേക്ക് മാറ്റി വയ്ക്കും. അത് അന്ന് മുതലേ സംരക്ഷിച്ച് വന്നിട്ടാണ് ഇന്ന് ഈ ഇലക്ട്രിക് ഇതൊക്കെ ഉണ്ടാക്കിയത്. അതാണ് ആദ്യത്തെ ടെക്നോളജി. അപ്പോൾ ആ അഗ്നി നമ്മുടെ ശരീരത്തിൽ, ആ അഗ്നിയെ സംരക്ഷിക്കണം. അതാണ് ഋഗ്വേദത്തിൽ ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ അഗ്നിയെ സംരക്ഷിക്കണമെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന, ഈ ജൈവമായ പ്രക്രിയ കൺട്രോൾ ചെയ്യുന്ന
നമ്മുടെ മനസ്സ്. CPS, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയും. ആ മനസ്സും അവിടെ നിന്നാണ് പിന്നെ ആത്മാവിലേക്ക് പോകുന്നത്. അപ്പോൾ ഋഗ്വേദത്തിൽ പറയുന്ന യഥാമഹി സൗമനസ്യായ ദേവാൻ, സൗമനസ്യത്തിനായിക്കൊണ്ട് ദേവതകളെ യജനം ചെയ്താലും, യജനം എന്ന് പറഞ്ഞാൽ യജ് ധാതു, അതിന് വളരെ അർത്ഥമുണ്ട്. ത്യാഗം ചെയ്യുക, പൂജിക്കുക, ജപിക്കുക, പ്രാർത്ഥിക്കുക, ഇങ്ങനെ അനവധി അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇത് 5000 മീതം ഉണ്ടാകുന്ന ഋഗ്വേദത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ യജനം ചെയ്യുക, അതിൻ്റെ വിവിധമായ വശങ്ങളാണ് ഈ മനസ്സ് സൗമ്യമാവാൻ. സൗമ്യമായ മനസ്സേ നമ്മുടെ ശരീരത്തിലെ ഓരോ കണികകളും അതിൻ്റെ എനർജിയിൽ വരും. നമ്മുടെ ഹാർട്ട് ബീറ്റ് നോർമൽ ആവണമെങ്കിൽ സൗമനസ്യം വേണം, സൗമ്യമായ മനസ്സ് വേണം. നമ്മുടെ പൾസ് കറക്റ്റ് ആണെങ്കിൽ സൗമ്യമായ മനസ്സ് വേണം. അപ്പോൾ അത് ഋഗ്വേദത്തിൽ, ഈ ആയുർവേദം ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ്. പിന്നെ അഥർവേദത്തിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള വേദം 4 വേദം. ഋഗ്വേദമാണ് ജ്ഞാനം, അത് യജുർവേദം അതിൻ്റെ കർമ്മം, പിന്നെ സാമവേദമാണ് ഇതിനെ എങ്ങനെ പഠിച്ച് ചൊല്ലാം, അത് പഠിക്കാനുള്ള, അതിന് സംഗീതാത്മകമായി പഠിക്കാനാണ് സാമവേദം. അതാണ് വേദാനം സാമവേദോസ്മി ഭഗവത്ഗീത പറഞ്ഞത്. പിന്നെ അഥർവവേദം ഇതിൻ്റെ പ്രാക്ടിക്കൽ അതിൻ്റെ ഫലസിദ്ധി. അതാണ് ഇതിന് 4. ആയുർവേദം എന്ന് വെച്ചാൽ ഋഗ്വേദത്തിനും അഥർവവേദത്തിനും കൂടി എടുത്തതാണ് ഈ ഇത്. അത് ചൊല്ലാൻ സാമവേദമുണ്ട്, അത് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ യജുർവേദവും. അപ്പം 5ാമത്തെ വേദമായിട്ടാണ് ആയുർവേദത്തെ കണക്കാക്കുന്നത്. ഈ പറയുന്ന സ്ട്രെസ് റിലീസ് ആക്കാൻ നമുക്ക് മ്യൂസിക് ഉപയോഗിക്കാം. നമ്മൾ മ്യൂസിക് തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ സാധാരണ മ്യൂസിക്കുകൾ ഒന്നും അല്ല, ഇവിടെ നമ്മൾ സാമ്പ്രദായികമായ ഭജനകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതെ അതെ. എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോയത്? അതെന്താ വെച്ചാൽ നമ്മൾ ഈ സംഗീതം വൈദികമാണ്, വേദത്തിൽ നിന്ന്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഈ ഋഗ്വേദത്തിന് വേറൊരു കണ്ടീഷൻ, തസ്മാൻ ഇന്ദ്രായ ഗായത. അതുകൊണ്ട് ഇന്ദ്രനായിക്കൊണ്ട് ഗാനം ചെയ്താലും, ഈ ഇന്ദ്രൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സുന്ദരനായിട്ട് സൗമ്യ. ശരിക്കും ഇന്ദ്രൻ എന്ന് ഇന്ദ്രിയങ്ങളോട് ബന്ധപ്പെട്ടത്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളോട് ബന്ധപ്പെട്ടതാണ് ഇന്ദ്രിയം. അതിന് മനസ്സ് എന്നർത്ഥം. ഇന്ദ്രൻ എന്ന് വെച്ചാൽ സംസ്കൃതമായിട്ടാണ് ഇന്ദ്രൻ മനസ്സ്. അപ്പോൾ മനസ്സിനോട് ബന്ധപ്പെട്ട ഇന്ദ്രിയങ്ങളെ, അപ്പോൾ മനസ്സിന് വേണ്ടി, മനസ്സ് ശാന്തമാകാൻ വേണ്ടി ദൈവം തന്നെ ഗാനം ചെയ്ത് ഉണർത്തുക. ദേവതകൾ വെച്ചാൽ ഓരോ ശക്തികളാണ്, അത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോരോ എനർജി കൺസെപ്റ്റ്, ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോരോ ഓർഗാനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ, അങ്ങനെ മനസ്സ് ശാന്തമാകാൻ ഗാനം ചെയ്യൂ എന്നാണ് വേദം പറയുന്നത്. ആയുർവേദമാണ് ഈ ഗാനത്തിന്, ഈ ദൈവവ്യഭാഷ ചികിത്സ എന്നൊരു പറയുന്നത്. യുക്തിവിഭാഷണം, ദൈവവ്യാശ്രം, തത്വാവധി, ഇങ്ങനെ 3 വിധത്തിലാണ് ചികിത്സ. അത് നമ്മുടെ ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം, ഇങ്ങനെ 3 വിധത്തിൽ രോഗങ്ങളുണ്ട്. ഇതിനുണ്ടാകുന്ന ഈ സംഗീത തെറാപ്പി വരുന്ന ഈ നമ്മൾ പറയുന്ന ഈ ദൈവവ്യഭാഷ ചികിത്സ, ഒരു ചാപ്റ്റർ തന്നെ, ദൈവത്തിനോട് ബന്ധപ്പെട്ടുള്ള ഉണ്ടാവും നമുക്ക് കിട്ടുന്ന ആരോഗ്യം. അതിൽ പെട്ടതാണ് ഈ മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ ആണ്. അതിൽ മ്യൂസിക് പല വിധത്തിലുണ്ട്. അതിൽ ദ്രാവിഡിയൻ മ്യൂസിക് ഉണ്ട്, കർണാടക മ്യൂസിക് ഉണ്ട്. മ്യൂസിക്കിൻ്റെ ബേസിക് അടിസ്ഥാനം സപ്തസ്വരങ്ങളാണ്. അപ്പോൾ ഈ സപ്തസ്വരങ്ങളെ പ്രത്യേക രീതിയിൽ വ്യഞ്ജിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ. ഇപ്പോൾ മറ്റേ ശ്രീരഞ്ജിനി രാഗം എന്നതിൻ്റെ അർത്ഥം രഞ്ജിപ്പിക്കുന്നു, മനസ്സിനെ രഞ്ജിപ്പിക്കുന്ന രാഗം. അപ്പോൾ ശ്രീരഞ്ജിനി ആദ്യം മനസ്സിനെ രഞ്ജിപ്പിക്കും. അപ്പോൾ ആ ശ്രീരഞ്ജിനി രാഗം പാടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ ഒരു രഞ്ജനം വന്നിട്ട് മനസ്സിങ്ങനെ ആഹ്ലാദമായി മാറും. അത് ഓരോ രാഗത്തിലുണ്ട്. അപ്പോൾ അടിസ്ഥാനമായി ഈ രാഗത്തിലൂടെ മാത്രമേ നമ്മളെ ശരീരത്തിലേക്ക് ശരിക്കും എത്താൻ പറ്റൂ. പിന്നെ ഈ ചികിത്സയിൽ ഈ രാഗങ്ങളെ മാറി മാറി ഇതാക്കും. അപ്പോൾ സാമ്പ്രദായ ഭജന എന്നുണ്ടെങ്കിൽ ഈ വേദത്തിൻ്റെ അധിഷ്ഠാനമായി ഗ്രൂപ്പായിട്ട് അന്യോന്യം വ്യാപിക്കുന്നതായിട്ടുള്ള ഒരു സംഗീത അലയുണ്ടാകും. അതാണ് ഈ സാമ്പ്രദായിക ഭജന. മറ്റേ ഈ ഇപ്പോൾ നമ്മൾ പുതിയ ഈ ഡി ജെ പാട്ടിന് എന്താ, അതും പാട്ട് തന്നെയാണ്. അവിടെ എന്താ വെച്ചാൽ ഈ ഡി ജെ പാട്ടി മോശമല്ല, അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ഒരു ഡിപ്രഷൻ്റെ ആൾ, ഈ ഡിപ്രഷൻ ഒഴുകി ഡി ജെ പാട്ടിയുടെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ബ്രെയിനിനെ അല്ലെങ്കിൽ മനസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മനസ്സിനെ ശാന്തമാക്കേണ്ടി വരും. ശാന്തമായിട്ട് ഡിപ്രഷനിലേക്ക് പോയാൽ ഈ മ്യൂസിക് തെറാപ്പിയിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊണ്ടുവരില്ല. ഉദാഹരണം നമ്മുടെ ഐഗിരി നന്ദിനി മഹിഷാസുര മർദ്ദിനി സ്തോത്രമുണ്ട്.
അയ്യകിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുദേ ഗിരിവരവിന്ധ്യ ശിരോദിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുദേ ഭഗവതി ഹേരിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുരേ. ഇത് അപ്പം നേരെ മറിച്ച് നമ്മൾ ഇപ്പം നേരത്തെ ഒരു ഓം നമോ ധന്വന്തരേ സർവരോഗവിനാശക നിത്യം ദേവാ നമോസ്തുതേ നാരായണ ഭജാമ്യഹം. സോഫ്റ്റ് ആണ്. അതെ, അപ്പം ഈ സോഫ്റ്റായി നമ്മുടെ മനസ്സിനിങ്ങനെ ഒരു ശാന്തമായിട്ടിരിക്കും. മറ്റത് ഈ ഓരോന്നിനും ഒരു തത്വമുണ്ട്. നമ്മുടെ ഓരോന്നും മഹിഷാസുരമർദ്ദി സ്തോത്രം എന്ന് വെച്ചാൽ മഹിഷൻ എന്ന അസുരനെ മർദ്ദിച്ചൊടുക്കുന്ന സ്തോത്രം. മഹിഷം എന്ന് വെച്ചാൽ എന്താ? പോത്ത്. പോത്തിൻ്റെ ലക്ഷണം എന്താ വെച്ചാൽ പോത്ത് മടിയനാണ്, അലസതയാണ്. അപ്പോൾ ഈ അലസത എന്ന ആസുരീയത എന്ന് വെച്ചാൽ വികാരങ്ങളാണ്. ഈശ്വരീയത, ആസുരീയത. ഈശ്വരീയത എന്ന് പറഞ്ഞാൽ സാത്വമഗ്യമായുള്ള അവസ്ഥ, ഈ ആസുരീയത എന്ന് പറഞ്ഞാൽ താമസ രാജസമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഈ പോത്ത് എന്ന ആ ആലസ്യത്തിന് നമ്മുടെ മനസ്സിനെ ഊർജത്തിലേക്ക് നയിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഈ മഹിഷാസുരമർദ്ദി. അവിടെ എന്ത് ചെയ്യണം? അവിടെ ഡീജബിളായിട്ട് എല്ലാവരും കൂടി ഉറക്കേണ്ടി പാടും. അത് അടിയ ആണ് അതുപോലെ അല്ലാതെ അങ്ങനെ ആ അടിച്ച്. അതുപോലെ ഇപ്പോൾ ഈ സാമ്പ്രദായം അല്ലാത്ത ഭജനയുണ്ട്. ചില പാട്ട് പാടിക്കഴിഞ്ഞാൽ മാസ് സൈക്കോ തെറാപ്പി എന്ന് പറയും. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഈ പാട്ട് കൊണ്ട് അവരങ്ങനെ തുള്ളു. ആ തുള്ളി 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 കുറച്ച് കഴിഞ്ഞാൽ ആ തുള്ളി തുള്ളി അവരുടെ മനസ്സിലൊക്കെ ഒന്ന് ശാന്തമാകും. എനർജി റിലീസ് ആയി, എനർജി കെട്ടിക്കിടക്കാണ്. അതായത് ഇപ്പോൾ കണ്ണാണം ഭക്ഷണം കഴിക്കുന്നു, കണ്ണിക്കടുത്ത് കാണുന്നു, യാതൊരു ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ അവർക്ക് തന്നെ തുള്ളി വരും. ഓവർ എക്സൈറ്റ് ആവണം. ആ തുള്ളി തുള്ളി കുറേ എനർജി അങ്ങോട്ട് റിലീസ് ചെയ്യണം. അപ്പോൾ അവർക്ക് ഫിസിക്കലി മെൻ്റലി ദേ ആർ റിലാക്സ്. പക്ഷേ ഈ രോഗികളായ ആൾക്കാർക്ക് അത് പറ്റില്ല. കാരണം ഇത് ഈ ഹാർട്ട് ബീറ്റൊക്കെ കൂടും, ഈ ഡീജാനസ് മറ്റുള്ള ഭജനകളൊക്കെ. അപ്പോൾ ഈ ഹാർട്ട് ബീറ്റ് കൂടും, ചില ആൾക്ക് തലറിഞ്ഞു വീഴും, ചില ആൾക്ക് ഒച്ചയും കൂടെയൊക്കെ ഉണ്ടാകും. ഇത് രോഗികൾ ആകുമ്പോൾ അവരുടെ മനസ്സ് പൊതുവേ ശാന്തമായി ഡിപ്രഷനായിരിക്കും. അവിടെ നമ്മൾ അവരുടെ മനസ്സിലേക്ക് വല്ലാണ്ട് ഒരു പ്രഷർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സാമ്പ്രദായികമായ ഭജനയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അത് ആസ്വദിക്കാൻ പറ്റും. അല്ല, ഗണേശ ശരണം ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ. അപ്പോൾ അവർ അവരുടെ മനസ്സിൽ കിട്ടും. ആ പാട്ട് കഴിഞ്ഞാൽ അവരുടെ കാമിങ് കൊറ്റും. ഈ മനസ്സിൻ്റെ ശാന്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മ്യൂസിക് തെറാപ്പി. അതിനാണ് സംഗീതം, ഭജന എന്ന് വെച്ചാൽ. അതാണ് ആയുർവേദവും ഭജനയും തമ്മിൽ ബന്ധം. ആയുർവേദം വെറും ഫിസിക്കൽ മെഡിസിൻ അല്ല. ഫിസിക്കൽ മെഡിസിൻ, മെൻ്റൽ പ്ലീസിങ് ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ്, ഈ 3 വിധത്തിലാണ് ആയുർവേദ ചികിത്സ. യന്ത്രം, തന്ത്രം, മന്ത്രം, അതാണ് ടെക്നിക്ക്. ആയുർവേദം അങ്ങനെ പറഞ്ഞു. അപ്പോൾ 3 വിധത്തിൽ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ട്. അധികം നമ്മൾ ആത്മീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മീയതയെ പറ്റി പറയുമ്പോൾ ഭയങ്കര അബദ്ധങ്ങളായ പലരും അതിനെപ്പറ്റി വ്യാഖ്യാനിക്കും. അത് വേറെ വിധത്തിലേക്കാണ്. ശരിക്കും ഒന്നുമല്ല. ഈ ആത്മീയത എന്ന് വെച്ചാൽ ആത്മാവിനെ സംബന്ധിച്ചുള്ളൂ. ആത്മാവ് എന്ന് വെച്ചാൽ ജീവൻ. ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആ പരമാത്മാവ് എന്ന് പറയാം, പ്രൈമോഡിയൽ എനർജി, അതിൻ്റെ ഒരു അംശമാണ് ജീവാത്മാവ്. അത് നമ്മളെല്ലാവരിലും ഒന്നല്ലേ. അപ്പം ആ ജീവനെ സംരക്ഷിക്കുക, ആ ജീവനെ അങ്ങോട്ട് ഉപദ്രവിക്കേണ്ട. നമ്മളെന്തിനാ വഴക്കണം, നമ്മളെന്തിനാ ഉപദ്രവിക്കുന്നത്? രണ്ടും ഒന്ന് തന്നെ, ഒരു ഈശ്വരൻ്റെ അംശങ്ങളാണ്. ആ ഒരു ജ്ഞാനം ഉണ്ടാകുമ്പോഴേ ആത്മീയത എന്ന് പറയാൻ പറ്റും. ഇവിടുത്തെ ഒരു ദിവസമുള്ള ഒരു റുട്ടീൻ എങ്ങനെയാണ്? റൂട്ടീൻ ഇവിടെ 6:30 മണിക്ക് ഇവിടെ എല്ലാവരും രോഗികളും ബൈസ്റ്റാൻഡറും സ്റ്റാഫും ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മൾ ആ ഒരു ഭജനയുണ്ട്, അല്ല പ്രയറുണ്ട്. ആ പ്രയർ ചൊല്ലും. അതേപോലെ ആ പ്രയർ കഴിഞ്ഞാൽ പിന്നെ 6:30 കഴിഞ്ഞാൽ യോഗ. ആർക്ക് വെച്ചാൽ യോഗ, അതിനുള്ള ഡോക്ടർമാർ, യോഗ പഠിച്ച ഡോക്ടർമാരുണ്ട്, യോഗ ഹോളുണ്ട്, അവിടെ യോഗ. ഒരു 7-7:30 യോഗ. അതിന് 7:30 ബ്രേക്ക്ഫാസ്റ്റ്. അത് ഓരോ രോഗിക്ക് അതിൻ്റെതായ വിധത്തിലാണ് കൊടുക്കുക. അത് ആദ്യം രോഗികൾക്ക്, ചില ആൾക്ക് ചുട്ട പപ്പടും കഞ്ഞിയായിരിക്കും, ചില ആൾക്കാർക്ക് സാധാരണ, ചില ആൾക്കാർക്ക് ഇപ്പോൾ പ്രമേഹക്കാരൊക്കെ ആണെങ്കിൽ റാഗിയുടെ ദോശയായിരിക്കും, മറ്റാൾക്ക് സാധാരണ ദോശയായിരിക്കും. ഇവിടെ ഒരു പ്രത്യേകിച്ചാൽ ഒരു പാരൻ്റൽ ലീഡർഷിപ്പാണ്, ഒരു ഹൈറാർക്കിയില്ല. ഇത് നമ്മളൊരു കുടുംബം, അതാണ് ഭവനം. ഈ കുടുംബത്തിലൊരു എല്ലാവരും ഒരേ അംഗങ്ങളെ പോലെ. ഇവിടെ ഡോക്ടർമാരുണ്ട്, സ്റ്റാഫിൽ അവർ അന്യോന്യം ഡോക്ടറിന് പോലും വിളിക്കും. ഈ സ്റ്റാഫിന് താഴെയുള്ള സ്റ്റാഫിനെ ചേച്ചീനെ വിളിക്കും. മറ്റുള്ള ഹോസ്പിറ്റലിൽ പേര് വിളിച്ചില്ലെങ്കിൽ ആന്ന് പറയും. ആ ഒക്കെ പരിപാടികളില്ല, എല്ലാവരും സൗമനസ്യമായിട്ടെങ്കിലും പോകും. അപ്പോൾ 7:30 കഴിഞ്ഞ് 8 മണിക്ക് ഭക്ഷണം കഴിക്കും. അപ്പോഴേക്കും പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. ഡോക്ടർമാർ 8 മണിയായ ഒ പി തുടങ്ങി. അത് 1-1:30 വരെ ഒ പി വരും. അതാത് ആൾക്കാർ അവരവരുടെ പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആരും ഒന്നും പറയണ്ട.
ഓരോരുത്തർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് അതിങ്ങനെ 6:30 മണിക്ക് അടുക്കളയിൽ ആൾക്കാർ രാവിലെ പണി തുടങ്ങും. ഓരോരുത്തർക്കും ആവശ്യമുള്ള പണികൾ അവരാട് സമയത്ത് ഇങ്ങനെ നടക്കും. ഉച്ചയ്ക്ക് 1 to 2 എല്ലാവർക്കും അവിടെ തന്നെ ഭക്ഷണം, ഒരേ ഭക്ഷണമാണ്. അതിന് സഹനാവതോ സഹനൗഭനത്തു സഹവീരൻ കരവാവഹേ. അതാ പ്രാർത്ഥിക്കുക അവിടെ, അതന്നെ പ്രാവർത്തികമാക്കുന്ന സ്ഥാപനമാണ് നമ്മൾ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും പോകുന്ന ആൾക്കാർ ഇവിടെ താമസിക്കും, ഡോക്ടർമാർ ഇവിടെ താമസിക്കുന്നവരുണ്ട്. വൈകുന്നേരം ഇതുപോലെ കുളിക്കുഴിയൊക്കെ 6:30 മണിക്ക് വീണ്ടും നമ്മളിവിടെ ഭജനയ്ക്ക് പ്രാർത്ഥനയ്ക്ക്. അത് ചില ദിവസങ്ങളിൽ നമ്മൾ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും ഈ ഭജന സാമ്പ്രദായമായി ഡോക്ടർമാർ സ്റ്റാഫ് ഇവിടെ ഉള്ളവരൊക്കെ ഇരുന്നിട്ട് നമ്മൾ പാടും. അതിന് കുറേ ഇതുണ്ട്. അത് കഴിഞ്ഞ് 7:30 ഭക്ഷണം കഴിഞ്ഞ് 8 മണിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. പിന്നെ ഈ ഓരോ ദിവസത്തെ നോക്കുമ്പോൾ ഇവിടെ തിങ്കളാഴ്ച ഈ ഭജന, ചൊവ്വാഴ്ച ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യും പ്രയർ കഴിഞ്ഞിട്ട്. പിന്നെ വ്യാഴാഴ്ച ഞങ്ങൾ വിഷ്ണു സഹസ്രനാമം, പിന്നെ ധന്വന്തരി അഷ്ടോത്തരം പാരായണം ചെയ്യും എല്ലാവരും കൂടി. ഇതാണ്. പിന്നെ നമുക്ക് ചില ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ മറ്റുള്ള ദിവസങ്ങൾ പ്രയർ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊരു റൂട്ടീനായിട്ട് പോകും. ഇതിങ്ങനെ അനസ്ഥിത കൊല്ലങ്ങളായി, ഇപ്പോൾ 23 വർഷമായി. അന്ന് വരെ ഇന്ന് വരെ ഒരു മാറ്റമില്ല. ഇപ്പൊ ലളിതാ സഹസ്രനാമത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, സഹസ്രനാമം ചൊല്ലുമ്പോൾ ബ്രീത്തിങ്ങിന് ഒരുപാട് വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. നമുക്ക് ബ്രീത്ത് കൺട്രോളും കാര്യങ്ങളും നമ്മുടെ ലങ്സിന് ഒരുപാട് ഗുണമാണെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ബോഡിയിൽ വേറെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും? അതായത് ലളിതാ സഹസ്രനാമം ഈ വിഷ്ണു സഹസ്രനാമം രണ്ടുപേരും. വിഷ്ണു സഹസ്രനാണ് കൂടുതൽ സ്റ്റഡി നടത്തുന്നത്. അതായത് വിഷ്ണു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി, ലളിത അല്ലെങ്കിൽ മറ്റേ ഭഗവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ്. ശരീരത്തിലെ ഫോഴ്സും ശരീരത്തിലെ എനർജിയാണ് ഇത് രണ്ടും. അപ്പോൾ അത് 1001 അങ്ങ് ചെല്ലി കഴിഞ്ഞാൽ നമ്മുടെ ആ എനർജി വൈബ്രേഷൻ വളരെ കറക്റ്റായിരിക്കും. അപ്പോൾ സ്റ്റഡി ജർമ്മനിലൊക്കെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഈ ബ്രെയിനിൽ ഷഡ്ചക്രങ്ങൾ, ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ശരീരത്തിലെ ഫോഴ്സ്. അപ്പോൾ അതൊരു ചികിത്സ അതിന്നറ്റ. അപ്പോൾ ഹരിദ്രാന്യകരസിക ഹാഗിന്യംബ സ്വരൂപം മുദ്ബോധന ആസക്തി ചിന്ത. അപ്പോൾ ചെറുപയറിൻ്റെ ഇതാണ്, ചെറുപയർ മറ്റേ ലേപനം ഇഷ്ടപ്പെടുന്ന ഒരു ശക്തി തലയിലുണ്ടെന്നാണ്. ഹരിദ്രാന്യകരസി, ഹരിദ്രമാന്നം ഇഷ്ടപ്പെടുന്ന ഇതുണ്ടല്ലേ. ഈ ആന്ധ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നവരാത്രി കാലത്ത് 9 ദിവസം 9 ചോറ് കിട്ടും. ഈ ഹരിദ്ര ചോറ്, മുതുക ചോറ്, അങ്ങനെ. ഇതൊക്കെ ശരീരത്തിലെ ഓരോ സ്ഥലത്ത് ആ ഫോഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബ്രഹ്മണം ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊണ്ട നമ്മുടെ ശരീരത്തിലെ ഫോഴ്സുകൾ, എനർജി ഫോഴ്സ് ആണല്ലോ, ആ ഫോഴ്സുകൾ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ജൈവമായ പ്രക്രിയകൾ നോർമലാവും, ഉറക്കം ശരിയാവും, തലവേദന ഉണ്ടാവില്ല, ബ്രീത്തിങ്, ആ പ്രാണം ശരിക്കും ഓടും. ഇതൊക്കെയാണ് അതിൻ്റെ ഗുണം. അത് ശരിക്കും എല്ലാവരും കൂടി ഇങ്ങനെ ഒരേ താളത്തിൽ ഇങ്ങനെ ചെയ്യണം. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത, ഇങ്ങനെ എല്ലാവരും കൂടി ആ ഒരേ ഇതിൽ ചെല്ലണം. അതോ ഈ നമ്മളൊരു പ്രോവർബ്, ദ പീപ്പിൾസ് ഹു ഡൈൻസ് ടുഗദർ ലിവ് ടുഗദർ, പീപ്പിൾസ് ഹു പ്രേ ടുഗദർ ലവ് ടുഗദർ. ഇതൊരു ഭജന എന്ന് പറഞ്ഞാൽ ഒരു യജനം, ഒരു അതായത് ദൈവികമായ മുൻനിർത്തി ചെയ്യുന്ന ത്യാഗമാണ് ഇതെല്ലാം. ത്യാഗം എന്ന് വെച്ചാൽ നമ്മൾ സമയം അതിന് വേണ്ടി എന്തിനാണ് ഈ സമയം വേസ്റ്റ് ആക്കണം ചില ആൾക്കാർ ചോദിക്കില്ലേ. ഇത് ചെല്ലിയിട്ട് വല്ല കാര്യം ഉണ്ടറാ, വേസ്റ്റ് അല്ലേ. അത് വേസ്റ്റ്, പക്ഷെ ആ വേസ്റ്റിന് ഗുണം ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. വേസ്റ്റിൽ നിന്ന് പലതും ഉണ്ടാക്കാമല്ലോ. ഈ വേസ്റ്റിന് അത്ഭുതമായ ക്രിയകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ജെൻസി, നമ്മുടെ യുവതലമുറയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അപ്പോൾ അതിന് ആയുർവേദം കൽപ്പിക്കുന്ന ഒരു സൊല്യൂഷൻ എന്താണ്? ആയുർവേദം കൽപ്പിക്കുന്ന സൊല്യൂഷൻ ലൈഫ് സ്റ്റൈൽ ചെയ്യുക. ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് മരുന്ന് കൊടുക്കലല്ല, അത് അപ്പൊട്ടി കിട്ടിക്ക. ഇപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷറുണ്ട്, പ്രമേഹമുണ്ട്, ഇതിന് ഗുളിക കൊടുത്താൽ എങ്ങനെ മാറുക? ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ കാര്യമല്ല. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഈ കൊഴുപ്പ് ശരീരത്തിൽ കുറച്ച് വേണം. അത് ശരീരത്തിൽ ദഹിച്ച് അലിയാനേക്കാൾ കൂടുതൽ ഈ കൊഴുപ്പ് ചെല്ലുമ്പോഴാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അത് ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. ആയുർവേദത്തിൽ പറയുന്നത് ശരിക്കുള്ള പശു നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ല, കുറയൂല. നല്ല പശു നെയ്യാവും. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. 50 നെയ്യ് ഞങ്ങൾ സ്നേഹവാൻ എന്നൊരു ചികിത്സ ഉണ്ട്, ഔൺസ് നടക്കും നെയ്യ് കൊടുക്കും. അത് സ്റ്റഡി നടത്തിയിട്ടുണ്ട്, ഐശ്വര്യക്ക് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. 50ഓളം പേഷ്യന് ഈ നെയ്യ് ഒരു 7 ദിവസം 2 ഔൺസ് 4 ഔൺസ് വെച്ചാണ് കൂട്ടും. കൂടിയ കൊളസ്ട്രോൾ കുറഞ്ഞ കൊളസ്ട്രോൾ കൂടി നോർമലായി. അപ്പോൾ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗുളിക കഴിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയാം. അത് കഴിച്ചാൽ ശരീരത്തിന് കേടാ. കാരണം കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നെർവും മസിലൊക്കെ വീക്കാവും, ഓർമ്മ പോലും കുറയും. അപ്പോൾ നമ്മൾ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോഴ്സിന് ഒരു ലൈഫ് സ്റ്റൈല്, പ്രകൃതിദത്തമായ ഒരു ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാം. അത് അപ്പോൾ ആൾക്കാർ എനിക്ക് എങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. ഒന്നാമത് രാവിലെ എണീക്കണം.
ഇപ്പം 2 മണിക്കാണ് ഉറങ്ങുക. ഇത് മൊബൈൽ ചുരണ്ടിരുന്നിരിക്കും. എണീക്കുക 11 മണിക്ക്. പിന്നെ പകൽ പിന്നെ ഒന്നും ചെയ്യില്ല. ഇനി അപ്പോൾ ജോലിയുള്ള ആൾക്കാർ എന്തായി? ജോലിയുള്ള ആൾക്കാർ അതനുസരിച്ച് നമ്മൾ ലൈഫ് കണ്ടീഷൻ ചെയ്യും. പിന്നെ ഈ രാവിലെ നമ്മൾ കുറച്ച് സൂര്യപ്രകാശം കൊള്ളാം, അത് കാണും കൊള്ളുന്നില്ലോ. അതുകൊണ്ട് മിക്ക ആൾക്കാർ വൈറ്റമിൻ ഡി കുറവാണ്. അത് ഈ സൂര്യപ്രകാശം നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. അതിപ്പോൾ ആർക്കുമില്ല. അതുകൊണ്ട് ഈ മുടി കൊഴിച്ചിൽ എണ്ണ തേക്കുന്ന ആൾക്കാർക്ക് ഒരു അരമണിക്കൂർ വെയിൽ കൊണ്ടാൽ മുടി കൊഴിച്ച് നിൽക്കും. കാരണം വൈറ്റമിൻ ഡി കിട്ടിയാൽ മതി. അപ്പോൾ രാവിലെ കുറച്ച് പകൽ നമ്മൾ കുറച്ച് വെയിലും കാറ്റൊക്കെ എടുക്കും. പിന്നെ ഇത് പറഞ്ഞ ആഹാരം കഴിക്കും മിതത്വം പാലിക്കും. മിതാശീസ പറയാം. ഹിതമായതും മിതമായും ആഹാരങ്ങൾ, നമുക്ക് വേണ്ട ആഹാരങ്ങൾ കഴിച്ചാൽ മതി. 3000 കലോറി ഊർജ്ജം നമുക്ക് ഒരു ദിവസത്തിൽ വേണ്ടു. ഒരു ഫുൾ ബിരിയാണി കഴിച്ചാൽ 2500 കലോറി. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഒരാളുടെ ഭക്ഷണ രീതി എടുത്താൽ 10000 കലോറി ഊർജ്ജത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത്രത്തോളം അധ്വാനിക്കുന്ന ആ കലോറി ഊർജ്ജത്തെ നമ്മൾ ബേൺ ചെയ്യണം. അതില്ല. അപ്പോൾ ആ ഫാറ്റ് കൊഴുപ്പായിട്ട് ശരീരത്തിൽ അടിഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാർ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഒരു ജീവിതശൈലി, നമ്മൾ ഓരോരുത്തരുടെ ജോലിയും ഓരോരുത്തർ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആ ജീവിതശൈലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ജീവിതശൈലിക്ക് നമ്മൾ അവർക്ക് ജീവിതശൈലി എഴുതി കൊടുക്കും. ഓരോരുത്തരും കണ്ടീഷൻ എന്താ ജോലി. അപ്പോൾ IT വരയ്ക്കുന്ന ആൾക്കാർ, ചില ആൾക്കാർ 11 മണിക്ക് കയറിയാൽ 4 മണിക്ക് 2 മണി വരെ ജോലി. അപ്പോൾ അവിടെ 11 മണിക്ക് 2 മണിക്ക് വന്നാൽ അപ്പം തന്നെ കിടന്നുറങ്ങും. ഒരു 8 മണിക്ക് എണീക്കുക. 8 മണിക്ക് എണീറ്റിട്ട് അവർ എക്സസൈസ് എന്നൊക്കെ ഭക്ഷണം കഴിക്കണം. പിന്നെ അവർ 2 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റും. അവർ കഴിക്കുന്ന ഭക്ഷണം ഈ ഫിസിക്കൽ എക്സസൈസ് ഇല്ല വെച്ചാൽ ഈ ഹെവി ആയിട്ടുള്ള ഫുഡ്, പ്രത്യേകിച്ച് നോൺ വെജ് കഴിക്കരുത്. ഈ നോൺ വെജ് കഴിച്ചാൽ അത് ദഹിക്കൂല, ആ കൊളസ്ട്രോൾ അങ്ങനെ കൂടും ചെയ്യും. എന്നിട്ട് തടിയും കുമ്പൊക്കെ ആയിട്ട് വരും. അവർ നാച്ചുറലായിട്ട് പ്രോട്ടീനും ഇതൊക്കെയുള്ള പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കണം. അങ്ങനത്തെ ഫുഡ് കഴിക്കുക. രാവിലെ എണീറ്റ് നന്നായി എക്സസൈസ് ചെയ്യുക. പിന്നെ വൈകുന്നേരം 11 മണിക്ക് വിളിക്കുക. 11 മണിക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കുക. രാത്രി ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അത് ഒരു ഫാമിലി ആണെങ്കിൽ ആ ഫാമിലി സിസ്റ്റം അടക്കം അവർ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പണ്ടത്തോളം ജീവിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കുമ്പോൾ ഇന്ന് ജീവിക്കാൻ പറ്റില്ല. നമ്മളിപ്പോഴും ലൈഫ് മാറ്റിയില്ല. അതായത് ഇപ്പോൾ 4:30 മണിക്ക് 8 വരെ ജോലി എടുക്കും, 10 മണിക്ക് ഉറങ്ങും. അത് പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചത് ഇന്നത്തെ അന്ന് എനിക്ക് ഇഷ്ടം അതേപോലത്തെ ജോലിയാണ്. എനിക്ക് ജോലി ഒരു 8 മണി മുതൽ 8 മണി വരെ ചെയ്യാം. പക്ഷേ ഇന്നങ്ങില്ല. വൈകുന്നേരം 4 മണിക്ക് തൊട്ട് രാവിലെ 4 മണി വരെ ജോലിയുണ്ട്. പല ജോലിയുണ്ട്. ആ ജോലിക്കനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് പണ്ട് ഈ ആയുർവേദത്തിൽ അതിന് തിയറി വരെയുണ്ട്. ഈ കഥകളിക്കാരുണ്ടാകും. പണ്ട് കഥകളി നടന്മാരുണ്ടാകും. അപ്പോൾ കഥകളി നടന്മാർ പണ്ട് കഥകളി രാവിലെ വരെ കഥകളിയാണ്. ഇവർ രാവിലെ വേഷം കെട്ടി കളിക്കും, എന്നിട്ട് വന്ന് കിടന്നുറങ്ങും. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിന് പ്രാതസ്വപ്യ രഭുക്തവാൻ എന്ന് പറയും. അതായത് കഥകളി കഴിഞ്ഞ് വന്നാൽ അവർ 6 മണിക്ക് വന്നാൽ ഭക്ഷണം കഴിക്കേണ്ട വേഗം കിടന്നുറങ്ങാൻ പറയും ഒരു 12 മണി വരെ. എന്നിട്ട് അത് എൻ്റെ ചേട്ടൻ ഫേമസ് ആയിട്ട് കഥകളി ആചാര്യനാണ്, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം. അദ്ദേഹം ഇങ്ങനെ ആ ചിട്ടിയാണ്. അപ്പം അന്ന് അദ്ദേഹം നല്ലതായിട്ട് എണ്ണയ്ക്ക് തേച്ച് കുളിച്ച് അസലായിട്ട് ഭക്ഷണം കഴിക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു 2-3 മണിക്കൂർ കിടന്നുറങ്ങും. വൈകുന്നേരം കളിക്കും വേണം. അപ്പോൾ അവരുടെ ആ മറ്റേ ജീവിതശൈലി നമ്മൾ മാറ്റി കൊടുക്കും. അതുകൊണ്ട് ഇന്നത്തെ അതാണ് ഈ ആയുർവേദം ഓരോ പേഷ്യൻ്റ് അനലൈസ് ചെയ്ത് കാരണം കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള അഡ്വൈസ് കൊടുക്കും. അതിൽ റിലാക്സേഷൻ ഉണ്ട്. അവർ ഭയങ്കര സ്ട്രെസ് ഉണ്ട്. ആ റിലാക്സേഷനാണ് പെട്ട ഈ മ്യൂസിക് തെറാപ്പിക്ക് ഞങ്ങൾ ചില പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി ചെയ്തിട്ട്. പിന്നെ ഫാമിലി കമ്മ്യൂണിക്കേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആയുർവേദം റൂട്ട് റീസൺ ആണ് സോൾവ് ചെയ്യുന്നത്. അതെ, റൂട്ട് റീസൺ മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പഠിപ്പിക്കുക. മരുന്ന് രണ്ടാമതേ ഉള്ളൂ. പക്ഷെ ഇപ്പം എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് വേണ്ടത്. ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടില്ല. അലോപ്പതി ഹോമിയോ ആയുർവേദം കഴിച്ചാലും ലൈഫ് സ്റ്റൈൽ ചെയ്തോളൂ. ലൈഫ് സ്റ്റൈൽ മാറ്റിയാലേ പറ്റും. അതിന് മറ്റേൻ്റെ മരുന്ന് കഴിച്ചാലേ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരെയും ലൈഫ് സ്റ്റൈൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ നമ്മൾ മനുഷ്യന്മാരുടെ കാര്യത്തിൽ പറഞ്ഞു, അപ്പം മൃഗങ്ങളുടെ കാര്യത്തിലും ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നില്ലേ? ഉണ്ട്. അത് പ്രത്യേകിച്ച് ആന. ഇപ്പം എൻ്റെ ഒരു പാരമ്പര്യം ആന ചികിത്സയാണ്. എൻ്റെ അച്ഛൻ ആന ചികിത്സയിലാണ്. ഞാൻ അസ്ഥിയാരോഗ്യം പഠിച്ചിട്ടുണ്ട്. ഞാൻ വെറ്റിനറിക്ക് പോകാൻ വിചാരിച്ച ആളാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞു. അപ്പം എന്നിൽ അസ്ഥിയാരോഗ്യമൊക്കെ ഫുൾ ബുക്കുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ആനയുടെ ചികിത്സ കണ്ട് പ്ലസ് കഴിഞ്ഞ് വെറ്റിനറിക്ക് പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട നീ ആയുർവേദം പഠിച്ചു, നിനക്ക് ആനയും ചികിത്സിക്കാം മനുഷ്യൻ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയില്ല. അപ്പോൾ ഈ ആനയ്ക്ക് നാച്ചുറലായിട്ടുള്ള ഫുഡും നാച്ചുറലായിട്ടുള്ള നടത്തുന്നത് അതില്ലാത്താണ് ഈ ആനയ്ക്കൊക്കെ കുഴപ്പം. പിന്നെ കുറേ ഗ്ലൂക്കോസ് മോഡേൺ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. ആന കെട്ടിയിടാൻ പാടില്ല. ആ ചങ്ങല കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സർക്കുലേഷൻ കുറയും. അത് കുറേ ഈ പാദവർണ്ണമൊക്കെ ഉണ്ടാകും. ആനയ്ക്ക് പാദകുഷ്ഠം എന്ന് പറയും. പാദത്തിൽ ഉണ്ടാകുന്ന വിണ്ടുകളുള്ളൊരു ഇതുണ്ട്. പിന്നെ ഈ ആഹാരം വേണ്ട സമയത്ത് പിന്നെ ഇപ്പം നടത്തല്ലേ, അതുപോലെ ആനയ്ക്ക് ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ ഈ പട്ടകൾ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം. ആനയ്ക്ക് അതിൻ്റെ ആ സത്ത് മാത്രം എടുത്ത് കഴിക്കണം.
എങ്കിലേ പറ്റും. അതുകൊണ്ട് ആനയ്ക്ക് എരണ്ടക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. എരണ്ടക്കെട്ട് ഉണ്ടാകുന്ന നമ്മൾ ഈ ആനയ്ക്ക് പറ്റാത്ത സാധനം കൊടുത്താൽ അവർ ആനയ്ക്ക് ഈ കണ്ടമാനം ഈ ചോറൊന്നും പിടിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമ്മൾ ശാസ്ത്രീയമായ ചികിത്സയില്ല, ആനയുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് പറയും. അതാണ് ഈ ആനയ്ക്ക് മതപ്പാട്. ആനയ്ക്ക് ഇവിടെ ലൈഫില്ല, അതുകൊണ്ടാണ് തരുന്നത്. ആന കാട്ടിലേക്ക് വിടണം. പണ്ട് കാട്ടിലേക്ക് വിട്ടായിരുന്നു. ആന കാട്ടിലേക്ക് വിട്ടിട്ട് ആന അവിടെ ആസ്വദിക്കണം. പക്ഷെ മലയാളികൾക്ക് ഉത്സവം എന്ന് പറഞ്ഞാൽ ആന വേണം. അതാണ് അത് മലയാളിയെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വിദ്യാഭ്യാസം കണ്ടിട്ട് കാര്യമുണ്ടോ? വിവേകം വേണ്ടേ? എഡ്യൂക്കേഷൻ വിൽ നോട്ട് ഗിവ് ഇൻ്റലിജൻസ്. അതാണ് കുഴപ്പം. നമ്മൾ വർത്തമാനം പറയും, ഇതാണ് ശൈലം എന്ന് പറയും. നമ്മൾ വേണ്ടത് ചെയ്യുന്നില്ല, വേണ്ടാത്തൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഇത്രയും നമ്മുടെ കേരളത്തിലെ ആരോഗ്യത്തിന് മോശം. കേരളത്തിലെ ആരോഗ്യം എനിക്ക് വളരെ മോശമാണ്. അത് നമ്മളാരും കുറ്റം പറഞ്ഞ കാര്യമില്ല, നമ്മൾ തന്നെ കുറ്റം പറയും. നമ്മുടെ ആരോഗ്യം നമ്മൾ സമയം സർക്കാരിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. എല്ലാം സർക്കാരിനിട്ട് സർക്കാർ ചെയ്യണമല്ല, നമ്മളാദ്യം നന്നാവണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്തുകൊണ്ട് ഇത്ര ഇൻഫെക്ഷൻ വന്നു? ഇപ്പോൾ നമ്മൾ കോവിഡ് വന്നു, പകർച്ചവ്യാധികൾ. അത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടാണ്, അല്ലാതെ ആ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിട്ടാണ്. അത് രോഗപ്രതിരോധ ശക്തി ഇന്നത്തെ ആഹാര രീതിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ ഈ ആസിഡ് ബേസ് ബാലൻസ് pH, ഈ pH നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് നിൽക്കണം. ഒരു ഇൻഫെക്ഷൻ വരും. മൃഗങ്ങൾക്ക് ഇൻഫെക്ഷൻ അങ്ങനെ വരുന്നില്ല. അപ്പം നമ്മുടെ ഈ ഉദാഹരണമായിട്ട് ഈ വൈറസ് എന്ന് പറയുന്നത് ഈ ആസിഡിക് മീഡിയത്തിൽ മൾട്ടിപ്ലൈ ചെയ്യും, ആൽക്കലൈൻ മീഡിയത്തിൽ മൾട്ടിപ്ലൈ. നമ്മുടെ ബോഡി ആൽക്കലൈനാണ്. അത് എപ്പോഴും ആസിഡിക് ആവുന്ന ഈ വൈറസ് ബാധിക്കും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് ഈ ആൽക്കലൈൻ മീഡിയത്തിലാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമ്മളെ ഈ ഇപ്പോൾ സ്കിന്നിനെ ശ്രദ്ധിക്കണം, സ്കിന്ന് ലിറ്റിൽ അസിഡിക്കാണ്. അപ്പോൾ ഈ അസിഡിക്ക് പോയാൽ ഇൻഫെക്ഷൻ അടിക്കും. ആ അസിഡിക്ക് നമ്മൾ സോപ്പൊക്കെ വെച്ചാൽ ആ അസിഡൊക്കെ പോകും, അപ്പോഴാണ് ഇൻഫെക്ഷൻ അടിക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഈ രോഗം വരാൻ. ലൈഫ് സ്റ്റൈൽ അവർ നമ്മുടെ ചുറ്റുപാടൊന്ന് ക്ലീൻ ആക്കാം, നമ്മുടെ ഹാബിറ്റേറ്റ് നന്നാവണം. നമ്മൾ മാത്രം ഒന്നും പറ്റില്ല, നമ്മൾ നന്നായിട്ട് നമ്മുടെ ചുറ്റുപാട് നന്നാക്കണം, സമൂഹം നന്നാക്കണം. അപ്പോൾ അതെല്ലാം ഒരു ആരോഗ്യപരമായ ഒരു ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് ഒരു രോഗം വരില്ല. വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എഫക്ട് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഈ നായ്ക്കളെയും പൂച്ചകളെയൊക്കെ വളർത്തുന്നത് അവർക്ക് പുറമെ നടക്കണ്ടേ, അവർക്ക് അത് ഫിസിയോളജിക്കലി ആൾട്ടർ ചെയ്യാതെ അത് കേടാണ്. അവരുടെ സ്ഥിരം വിടണം. ഇത് കൂട്ടിലടക്കിയത് ബന്ധനക്കാതിനെ കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ ഭാര്യ എന്നല്ലേ പറയാം. തത്തേ കൂട്ടിലുണ്ട്, അതിൽ തുറന്നു കഴിഞ്ഞാൽ അത് പോകും. ലൈഫ് സ്റ്റൈൽ ഓരോ മൃഗത്തിനും അതിൻ്റേതായ ഹാബിറ്റേറ്റ് ഉണ്ട്. അതിൽ വളർന്നാൽ അതിനൊരു അസുഖം വരില്ല. ഇനി നമ്മൾ വാർദ്ധക്യത്തിലേക്ക് വരുന്ന ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഇപ്പൊ സ്കിന്നിനാണെങ്കിലും അവർക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. ഹെൽത്തി ഏജിങ്ങിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്താണ്? അതായത് നമ്മളിപ്പോൾ ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര വയസ്സാണെന്ന് ചോദ്യമുണ്ട്. പണ്ടൊക്കെ ഒരു 60-55 വയസ്സാണ് വാർദ്ധക്യം. ഇന്നൊരു 70 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യം പറയാൻ പറ്റും. കാരണം നമ്മുടെ അത്ര പക്ഷേ ഈ വാർദ്ധക്യമൊക്കെ രോഗാതുരതയാണ്. അതായത് 55 വയസ്സ് കഴിഞ്ഞാൽ 10 ഗുളിക രാവിലെയും 10 ഗുളിക വൈകുന്നേരം ഹാർട്ട് അറ്റാക്ക് അങ്ങനെ നടക്കുന്ന ആൾക്കാരെ ഭൂരിപക്ഷം ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ കുഴപ്പമെന്ന് അറിയുന്നുണ്ട്. അപ്പം അവർ ഇതുപോലെ വാർദ്ധക്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു പോസിറ്റീവ് മൈൻഡ് വേണം. എനിക്ക് എൻ്റേതായ കടുംപിടുത്തം ഒഴിവാക്കണം. നമ്മൾക്ക് മിതമായ ആഹാരം, അത്യാവശ്യം മിതമായ എക്സസൈസ്, പിന്നെ മനസ്സിന് ശാന്തത കിട്ടാനുള്ളതായിട്ട് പറഞ്ഞാൽ ഈ ഭജന കുറച്ച് സ്പിരിച്വൽ തുടങ്ങിയാൽ ഈ നല്ലൊരു സുഹൃത്ത് പറയാം. ആ വൈകുന്നേരമായ ഇപ്പം എല്ലാവരും ഈ മൊബൈലും ഇത് കണ്ടു അത് എത്രത്തോളം കാണുന്നു അത്രത്തോളം ടെൻഷൻ കൂടുതൽ. അപ്പോൾ കുറച്ചൊരു സുഹൃത്ത് വലയം, ആ സുഹൃത്ത് വലയത്തിൽ കുറച്ച് ഒരു 3/4 മണിക്ക് ചിലവാക്കുക, കുറച്ച് നേരം കുടുംബത്തിനോട് സംസാരിക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് ടൂർ പോവുക. പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡ് നല്ലതാണ്. അതായത് ഇപ്പോൾ എല്ലാവരും ഈ സ്പിരിച്വൽ ടൂൾസ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ അനവധി ആൾക്കാർ ഇട്ടായിരുന്നിരിക്കുന്നത്. ഇവരുടെ മക്കളൊക്കെ കാനഡ, ആസ്ട്രേലിയ അവിടേക്ക് ഇവർ 2 പേരും മാത്രമേ ഉണ്ടാവുള്ളൂ. പൈസയും കയ്യിലുണ്ട്. ഇവരെല്ലാവരും ബസ് എടുത്തിട്ട് അമ്പലങ്ങളായ അമ്പലങ്ങളിൽ പോകണം, ടൂർ അടിക്കുന്നു, ഹിമാലയത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കണം. അതൊരു കണക്ക് നല്ലതാണ്. പിന്നെ വേറെ പക്ഷേ ഇതിലൊക്കെ പ്രശ്നം അവർ ശരീരം അനങ്ങലില്ല. പണ്ടത്തെ പോലെ പണിയില്ലോ, അടിച്ചു തുടക്കേണ്ട, തിരുമ്പണ്ട. അത് അവർക്ക് ശരീരം വേച്ചു കൂടുന്നു, BP ഉണ്ടാവുന്നു, കൊളസ്ട്രോൾ ഉണ്ടാവും. അതിനിപ്പോൾ കുറേ ആൾക്കാർ കൈകൊട്ടിക്കളി ചൂട്ടും. ഒരു അമ്പലത്തിന് ഒരു വീട്ടിൽ ഗ്രാമത്തിൽ 10-15 ഉണ്ട്. അത് നല്ലതാണ്, അവർ ശരീരം അനങ്ങും. പക്ഷേ അതിപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് മത്സരമായിട്ട് മാറിയിട്ടുണ്ട്. അത് പാടില്ല, അവിടുത്തെ സൗമനസ്യമാണ്. അപ്പോൾ ഓരോരിക്കലും മറ്റേ മത്സരത്തിന് പോവുക, അത് എനിക്ക് കിട്ടിയില്ല, അത് കിട്ടിയില്ല, അവർ തമ്മിലൊരു മറ്റേ മത്സരം അതുകൊണ്ട് എല്ലാവരും എന്താ വെച്ചാൽ ഈ സൗമനസ്യത്തിന് പ്രാധാന്യമുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. ഈ ഭജന അതെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെമ്മൻകുടി ശ്രീനിവാസ അയ്യർ, ചെമ്പെ ഭാഗവതർ, KS നാരായണൻ, ഇങ്ങനെ അനവധി സംഗീതജ്ഞന്മാരെ 80-85 വയസ്സ് സുഖമായിട്ട് പാട്ടുപാടി പിടിച്ചു. ഒരസുഖം ഉണ്ടായിരുന്നില്ല അവർ. എന്താ അവർ പാടുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ ഒരു ഗാനങ്ങളെ വിളിച്ചാൽ ഓഡിയൻസ് പറഞ്ഞാൽ ചീത്ത പറയും, നിങ്ങൾ ഞങ്ങളെ സമയം കളഞ്ഞു. അതിക്ക് കാശുണ്ട്, കാശ് എന്നാലേ അവർക്ക് ഓഡിയൻസ് എന്നാലേ പാട്ട് വരും.
ഈ ഇത് 10 ആളായാലും അവർ ഇന്ന് രാഗം വിസിച്ച് പാടുക. രാഗം വിസിച്ച് അവർക്ക് വേണ്ടിയിട്ട്, മറ്റവന് വേണ്ടിയിട്ടല്ല. അപ്പം നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സിന് ശാന്തതയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊരു ബോധമാണ്. അതുപോലെ ഏജ് ഒരു ലിമിറ്റ് വെക്കണമല്ല. സർവ്വധർമ്മേഷു മധ്യമം പരിപാലിയുണ്ട്. അങ്ങനെ ഒരു മിതമായ ആഹാരം, മിതമായ വിഹാരം, നല്ല രീതിയിലുള്ള ഉറക്കം, നല്ല രീതിയിലുള്ള സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, അതാണ് ഈ ഏജ് റിലേറ്റഡ് ആൾക്കാർ കണ്ടത്. പിന്നെ എപ്പോഴും ഒരു ഫാമിലി ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അവരെ ഒരു ഫാമിലി ഡോക്ടർ, നമ്മൾ ഒരു പരിചയമുള്ള ഡോക്ടർ എപ്പോഴും ഈ രോഗം വന്ന പല ആശുപത്രിയിൽ അവർ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ മെഡിക്കൽ സിസ്റ്റത്തിൽ പഠിച്ചൊരു കുഴപ്പമെന്താ, നമ്മൾ ഏതാ ഫോളോ ചെയ്യുന്ന സംശയം. നമ്മൾ ലണ്ടൻ ബ്രിട്ടീഷുകാരാണോ നമ്മളെ ഭരിച്ച് നമുക്ക് തന്നെ. ബ്രിട്ടീഷ് ആ ആരോഗ്യരംഗം എപ്പോഴും നടപ്പാക്കണം. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആയുർവേദത്തിനെ പ്രാഥമിക നമ്പർ 1 ആക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ അത് നന്നായിട്ടില്ലായിരുന്നു അന്നത്തെ ഭരണക്കാരൻ. അന്ന് ആയുർവേദത്തിന് മുൻനിർത്തിയിട്ട് മറ്റേ ആക്സസ് ആക്കി എന്നിവിടെ ആരോഗ്യം മാറും. അപ്പോൾ പക്ഷേ നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അലോപ്പതി സിസ്റ്റം വന്നപ്പോൾ ബ്രിട്ടീഷിൽ നടപ്പാക്കണ വഴിയല്ല ഇവിടെ നടപ്പാക്കുന്നത്. ഇംഗ്ലണ്ടിൽ നമ്മൾ പോയി കഴിഞ്ഞ ഒരു രോഗം വന്ന ആൾക്ക് ആ ഫാമിലി ഡോക്ടറെ കാണാം. ഡോക്ടറായാലും വേറെ ആളെ കാണാൻ പറ്റില്ല. ആ ഫാമിലി ഡോക്ടറെ കണ്ട അദ്ദേഹം പറഞ്ഞ മരുന്ന് കൊടുക്കും. അദ്ദേഹം പറഞ്ഞാൽ വേറെ എവിടെയും പോലും അവിടെ ഒരു മരുന്ന് കൊടുക്കില്ല. എനിക്ക് ലണ്ടനിലുള്ള പേഷ്യൻസിന് ഡോക്ടർമാരായ പേഷ്യൻ്റ് അവരെന്നെ പറയും, അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ശ്വാസം മുട്ട് പറഞ്ഞാൽ ഒന്നും വേണ്ട, ചൂടുവെള്ളം കുടിപ്പിച്ചോ തലോടിന് മരുന്ന് കൊടുക്കില്ല. അത് അവരത്രയും ആരോഗ്യമായിരിക്കും. നമ്മളിവിടെ ആർക്ക് വേണ്ടി കൊടുത്ത് മരുന്നുകൾ ധാരാളം കഴിക്കും. ഇവിടെ മരുന്നിന്റെ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഓടി ഹോസ്പിറ്റലിൽ വലിയ ഹോസ്പിറ്റലിൽ അങ്ങനെ അവര് പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ എടുക്കില്ല. ഇവിടെ ബിസിനസ്സാണ്. ഇവിടെ ആരോഗ്യരംഗം അത് ആയുർവേദം കേട്ടോ, എല്ലാം മെഡിക്കൽ സിസ്റ്റം ഇവിടെ ആയുർവേദമായി അലോപ്പതി എല്ലാം ഒരു ബിസിനസ് മേഖലയിലേക്ക് പോയി. അതാണ് നമുക്ക് പറ്റാൻ പറ്റും. ആയുർവേദം ആയാലും അലോപ്പതി ബിസിനസ് മേഖല നമ്മളെ ഭരിക്കാൻ തുടങ്ങിയതാണ് ഈ ആരോഗ്യം നശിക്കാൻ കാരണം. ഞാൻ പറയാം എൻ്റെ അഭിപ്രായം, അത് അധികം മരുന്ന് കഴിക്കലല്ല, കാരണം ഒഴിവാക്കുക. അതാണ് ആയുർവേദത്തിൻ്റെ തത്വം. ഇപ്പം ന്യൂജനായാലും നമ്മളുടെ വലിയ പ്രായമൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് വരെ ഉടനെ വിഷാദ രോഗമാണ്. ഇപ്പൊ പരീക്ഷയുടെ പേടി വരിക, അപ്പൊ നേരെ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട അവസ്ഥ, ഇതൊന്നും നേരിടാനുള്ള മനക്കെട്ടി ഇല്ലാത്തൊരു ലെവലിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അൽഷിമേഴ്സ് ഉണ്ടാവുന്നു. ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? ഈ കുട്ടികളുടെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ, കുട്ടികൾക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇതിൽ കുറച്ച് കുഴപ്പമുണ്ട്. കുട്ടികളെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യണം, കുത്തിവെക്കണം. കുട്ടികൾ റിലാക്സ് ചെയ്ത് പഠിക്കണം. അപ്പോൾ 6 മണിക്ക് എനിക്ക് കുട്ടിയെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് 8 മണിക്ക് ബസ്സിൽ വിടുകയാണ് സ്കൂളിലേക്ക്. സ്കൂൾ തുറന്ന് 9:00. ഈ ബസ്സിൽ പോലും ബസ്സിൽ ഇരുന്ന് ഇറങ്ങുന്ന കുട്ടികൾ അവിടെ പോയിട്ട് എന്താ പഠിപ്പിക്കണമൊക്കെ ബൈഹാർട്ട് പഠിപ്പിക്കുന്നു. ബൈഹാർട്ട് പഠിച്ച് എഴുതി മാർക്കുണ്ട് A+. വൈകുന്നേരം 4-5 മണി 5 മണി വന്നാൽ വീണ്ടും ഈ ഹോംവർക്ക് ഉണ്ടാവും. അത് 7 മണി വരെ. എന്നിട്ട് കുട്ടി തളർന്നുറങ്ങുന്നു മിക്ക കുട്ടികളും. ഗവൺമെൻറ് സ്കൂളായാലും വലിയ തന്നെ അതാണ്. അപ്പോൾ ഈ കുട്ടികളുടെ കപ്പാസിറ്റി അനുസരിച്ചല്ല നമ്മൾ ഒരു ചെരുപ്പ് എല്ലാ കുട്ടികളും അതിൽ ഈ പരീക്ഷ എഴുതുന്നത്. അവിടെ നമ്മളെ വിദ്യാഭ്യാസ രീതി കുറച്ചും കൂടി ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. കമ്പാരിസൺ ചെയ്യുന്നത് അത് അവിടെ A+ കിട്ടി, ഇവിടെ A+ കിട്ടും. എന്നാൽ മാർക്ക് ഈ A+ കുട്ടികളൊക്കെ മിടുക്കന്മാർ മറ്റേ ഒരു 5 A+, 5 A+ഉം 2 A കിട്ടിയ കുട്ടിക്കാണ് ചില സബ്ജക്റ്റിൽ മാർക്ക് കിട്ടും. അത് പണ്ടൊക്കെ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസം പണ്ടല്ല, ഒരു ഗ്രാമത്തിൽ ആചാര്യം ഉണ്ടാകും. ക്ഷേത്രത്തിന് അതല്ല, അവിടെ അന്ന് ജാതി മതമൊന്നുമില്ല. 6 വയസ്സിന് എല്ലാ കുട്ടികളെയും അവിടെ കിടന്ന് അമ്പലത്തിൽ ഇരുന്നിട്ട് പഠിപ്പിക്കും. അതെങ്ങനെ ആദ്യം പഠിപ്പിക്കുക വെച്ചാൽ അവർക്ക് ആദ്യം ജീവിക്കാണ്ട് എന്തൊക്കെ ജീവിക്കാൻ വേണം, എങ്ങനെ പെരുമാറുന്നതൊക്കെ ആദ്യം പഠിപ്പിക്കും. എന്നിട്ട് ചില സാമൂഹ്യമായ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചിട്ട് കൊണ്ടുവരും. എന്നിട്ട് ആ കുട്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവരെ വിടുക. ആ കുട്ടിക്ക് നല്ല ഫിസിക്കൽ ഇതുണ്ടോ, അവനെ ഒന്നൊക്കെ മിലിറ്ററിയിലേക്കോ അല്ലെങ്കിൽ മറ്റേ കൃഷിയിലേക്കോ പറഞ്ഞേക്കും. അഗ്രികൾച്ചർ അതെ പഠിക്കും. പിന്നെ അത്യാവശ്യം ഇൻ്റലിജൻ്റ്, അവൻ്റെ ബ്രെയിൻ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ ജ്ഞാനത്തിലേക്ക് ആചാര്യന്മാരായി മറ്റുള്ള ടെക്നിക്കൽ അതായത് പഠിപ്പിക്കാനും അങ്ങനെ ഇതിലേക്ക് വിടും. അങ്ങനെ ഓരോ കപ്പാസിറ്റി അറിഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളെ വിടുക. ഇന്ന് അതല്ല, എൻട്രൻസ് എഴുതി ഡോക്ടർ എഞ്ചിനീയർ അവിടേക്ക് പോകും. എഞ്ചിനീയറിംഗിൽ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ഡോക്ടറാവും ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. വീട്ടുകാർ പറഞ്ഞ് ഡോക്ടറാവും. അങ്ങനെ +2 വരെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ട്. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 ആ 10 മുതൽ +2 കഴിയുന്നവരെ. അപ്പോൾ ടീനേജാണ് കുട്ടികൾ. ടീനേജ് കുട്ടികളെ ആസ്വദിക്കണം, പ്രകൃതി ആസ്വദിക്കണം, ജീവിതം ആസ്വദിക്കണം, ജീവിത സ്നേഹം ആസ്വദിക്കണം. അങ്ങനെ ആ ഒരു പ്രപഞ്ചത്തിലൊരു നിഷ്കളങ്കമായ മനസ്സോട് ചാടി ആടി ആസ്വദിച്ച് കളിക്കേണ്ട പ്രായത്തിൽ നമ്മൾ ടെൻഷൻ കൊടുക്കണം. ആ ടെൻഷനാണ് ഈ പരീക്ഷയ്ക്ക് വന്ന ടെൻഷൻ. ജയിക്കുമോ, മാർക്ക് കിട്ടുമെന്ന് ആകാംക്ഷയാണ്, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയും. പക്ഷെ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികൾക്ക് പിന്നീട് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പോലും അറിയാൻ പറ്റാത്ത സാഹചര്യം. അത് അമ്മയും അച്ഛനും പറഞ്ഞിട്ട് എല്ലാം ചെയ്യും.
അതാണ് ഈ ജീവിതത്തിൽ പറഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ പോലും വരാൻ പോകുന്നത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ മെഡിക്കൽ സെക്ഷനിൽ പരീക്ഷ പാസ്സായ ആ കുട്ടിക്ക് എവിടെ ജോലി കിട്ടുമെന്ന് ആരും അറിയില്ല, ആ കുട്ടിക്ക് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പറഞ്ഞു കൊടുക്കണം. ആയുർവേദത്തിൽ നമ്മൾ ആയുർവേദം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി വെറുതെ ഇരിക്കാൻ വീട്ടിൽ എന്താ ചാൻസ് എന്താ ഒന്നും അറിയില്ല. പല ദിക്കലും കുറേ കുട്ടികളെ എന്താ ജോലി കിട്ടി പോകും, വെറുതെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞാൽ കുടുംബമായിട്ട് പോരും. അതെന്താ വെച്ചാൽ അവരൊരു എന്തിനാ ആ പഠിക്കണതിൻ്റെ ആ ഒരു വഴികൾ മനസ്സിലാക്കി കൊടുക്കും. അതില്ല. ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ ഇതുപോലത്തെ വിദ്യാഭ്യാസമാണ്. അമേരിക്കയിൽ അതുവരെ പഠിച്ചാൽ അവർ പ്രോഗ്രസ് എഴുതും. ഈ കുട്ടി എക്കണോമിക്സിൽ വേണം, ഈ കുട്ടിക്ക് കൊമേഴ്സിൽ വേണം എന്നൊക്കെ, അതിനെ പോകാൻ പറ്റും. ഇവിടുത്തെ പോലെ അതില്ല. ആ വിദ്യാഭ്യാസം നമ്മുടെ അവിടെ പണ്ടത്തെ വിദ്യാഭ്യാസമായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിന് കുറച്ചും കൂടി കുട്ടികൾക്ക് റിലാക്സ് ചെയ്യാനുള്ളത്. പിന്നെ റിലാക്സിങ് മെത്തേഡ് സ്കൂളില്ല. യോഗ പഠിപ്പിക്കുക അതൊന്നുമില്ല. അതൊക്കെ ഒരു വഴിപാടാണ് യോഗ. പണ്ട് മ്യൂസിക് ആർട്ടൊക്കെ പഠിച്ചു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കും. പാട്ട് ടീച്ചർ ഉണ്ടായിരുന്നു, ആർട്ട് ടീച്ചർ ഉണ്ടായിരുന്നു, സ്പോർട്സ് ടീച്ചർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊന്നുമില്ല. സ്പോർട്സ് ആയാൽ കുറച്ച് ഓട്ടക്കാരെ മാത്രം കൊണ്ട് അതെന്തിനാ പ്രൈസ് കിട്ടാൻ വേണ്ടി മാത്രം. യൂത്ത് വിഷയമുണ്ട്, അത് അവിടുത്തെ ഗ്രേഡും ആ മാർക്കും കിട്ടാൻ വേണ്ടി SLCക്ക് മാർക്ക് കിട്ടി മാത്രം ഒരു ഗുരുവിനെ കൊണ്ട് പഠിപ്പിക്കുന്ന കുറച്ച് കാശൊക്കെ ചിലവാക്കി പഠിക്കും. അതല്ല, അവർക്ക് വേണ്ടി മനസ്സ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഈ വിദ്യാഭ്യാസത്തിൽ ആഡ് ചെയ്യണം. എന്നാൽ കുട്ടികൾക്ക് കുറച്ച് കിട്ടും. പിന്നെ ഈ അൽഷിമേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അതും തന്നെയാണ്. നമ്മളൊരു ഇപ്പോൾ 60 പണ്ടൊക്കെ ഒരു 80 വയസ്സായാലേ ഈ ഓർമ്മക്കുറവുണ്ടാകും. ഇപ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അൽഷിമേഴ്സ് വരുന്നത്. അത് നമ്മളെ ഒരു ഇവാലുവേറ്റ് ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 ലക്ഷം രോഗികളെ ഞാൻ ഇപ്പോൾ 10 വർഷത്തിനുള്ളിൽ ചികിത്സിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ഇവാലുവേഷൻ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആയുഷിലേക്ക് ഞങ്ങൾ ഇപ്പം ഞാൻ ആയുർവേദ ഗുരുവാണ്, എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെ അയക്കണം ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. നമ്മുടെ ഇവിടെ എന്താ നടക്കണം, അതിൽ കുറേ കാര്യങ്ങൾ അത്ഭുതമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് ഈ ഓർമ്മക്കുറവുണ്ടാകും, 1 2 കൊണ്ട് പല രോഗങ്ങളെ കൊണ്ടുണ്ടാകും. പല രോഗങ്ങൾക്കും മരുന്ന് കഴിച്ചിട്ടുണ്ടാകും. അല്ല വെച്ചാൽ ഭയങ്കരമായിട്ട് ഒരു 60 വയസ്സിൽ ഒരു 80 വയസ്സിൻ്റെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാകും, ജോലി സംബന്ധമായും ഫാമിലി സംബന്ധമായിട്ട്. അങ്ങനെ ബ്രെയിനിന് ഓവർ വർക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഈ ബ്രെയിൻ ഓവർ വൈബ്രേഷൻ കോസ് ഡിപ്രഷൻ എന്ന് പറയും. ഇത് വൈബ്രേറ്റ് ചെയ്യാണ്ട് വരും. അപ്പോഴാണ് ഈ ഓർമ്മ പോകുന്നത്. അത് ആ സമയത്ത് അത് റിലാക്സ് ചെയ്യില്ല. നമ്മളത് അതായത് ഒരു പ്രോവർബുണ്ട്, അച്ചടക്കമുള്ള യൗവനം ആരോഗ്യമായ വാർദ്ധക്യം. ആ യൗവനത്തിൽ അച്ചടക്കത്തോട് ജീവിക്കുക. നേരത്തെ പോലെ റിലാക്സ് ചെയ്തിട്ട് ജോലി എടുക്കണം. ജോലി എടുക്കുന്നത് ആക്രാന്തം കാണിച്ച് ജോലി എടുക്കരുത്. നമ്മുടെ അവനവന് ആവശ്യമുള്ള ജോലി എടുക്കാൻ പറ്റും. അങ്ങനെ അച്ചടക്കത്തോടുകൂടി ആഹാരത്തിലും വിഹാരത്തിലും സോഷ്യലായിട്ടും ഫാമിലിയായിട്ടും ഒരു മിതത്വം പാലിച്ച് സന്തോഷത്തോടുകൂടി ജീവിതം ഉണ്ടെങ്കിൽ ഓർമ്മ പോലും ഒരു നമ്മുടെ മനസ്സിലെ ഒരു മിനിറ്റിൽ പണ്ടൊക്കെ ഒരു 30 കാര്യങ്ങളോ ഇപ്പോൾ 600 കാര്യങ്ങളോ ഒരു മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ കൂടുതലും ഇപ്പോൾ ഡിമെൻഷ്യ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഈ ഡിമെൻഷ്യക്ക് കാരണം ഈ തലച്ചോറിൻ്റെ ഈ ബ്രെയിൻ അട്രോഫി എന്ന് പറയും. തലച്ചോറ് ചുരുങ്ങുകയാണ്. അതിലുണ്ടാവുന്ന ഈ ഫാറ്റ്സും ലിപ്പിഡ്സും അല്ല കൊഴുപ്പ് ചുരുങ്ങുകയാണ്. അപ്പോൾ അതിൽ ചില ഈ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചുരുങ്ങിയിട്ട് പറയുന്നുണ്ട്. അതിൽ നെർവ് ചുരുങ്ങും. അപ്പോൾ തലച്ചോറിൻ്റെ ആ കൊഴുപ്പ് ചുരുങ്ങിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അതാണിത് വരുന്നത്. ഇത് കൺട്രോളബിൾ ആണോ? പ്രീ കൺട്രോൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൺട്രോളാണ്. എങ്ങനെ? അത് നമ്മൾ ചില ആൾക്കാർക്ക് നമ്മൾ മരുന്നുകൊണ്ട് തന്നെ ഈ ബ്രെയിൻ ഈ ഫാറ്റ് ലിപ്പിഡ് വർദ്ധിക്കാനുള്ള ഔഷധങ്ങൾ, നെയ്യുകൾ, മെഡിക്കേറ്റഡ് കീ, അത് ഈ ശംഖുപുഷ്പി, രുദ്രാക്ഷ അങ്ങനെയുള്ള മരുന്ന് നിർത്തി കാച്ചുന്നു. അതോടുകൂടി അവരെ ചില ഈ ധാരയൊക്കെ നടത്തി കഴിഞ്ഞാൽ തലച്ചോറിക്ക് രക്തോട്ടം കൂടും. ആ രക്തോട്ടം കൂടി ആ ബ്രെയിൻ സെല്ലിന് കുറച്ച് പൊള്ളപ്പ് വരും. അപ്പോൾ കുറേ വ്യത്യാസം. പിന്നെ അവരെ കൊണ്ട് യോഗ, മെഡിറ്റേഷൻ ഇതുപോലെ അവരിതുപോലെ ഈ ഭജനയിലൊക്കെ കൂടിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ ഈ ആദ്യം അവർ ആ കീർത്തനങ്ങളൊക്കെ ബൈഹാർട്ട് പഠിക്കും. അത് ചൊല്ലി കഴിഞ്ഞാൽ പണ്ടൊരു ഡോക്ടർ മാധവൻകുട്ടി സാറുണ്ടായിരുന്നു കോഴിക്കോട്, പഴയ മെഡിക്കൽ കോളേജ് സാർ. അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു ദിവസം ഒരു സംസ്കൃത ശ്ലോകം പഠിക്കുക, എന്നാൽ ഷിമേഴ്സ് വരില്ല. അപ്പോൾ അന്ന് സംസ്കൃതമാണ് പഠിച്ചത്. അദ്ദേഹം നല്ല സംസ്കൃത പണ്ഡിതനാണ്. ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കും. പാട്ടായാലും വേണ്ടി നമ്മൾ പേഷ്യൻസ് ഉപദേശിക്കും. ഒരു ദിവസം ഇപ്പം എന്നാലും ഒരു പാട്ടുകാർ അയാൾക്ക് ഇത് പറഞ്ഞൊന്നുമില്ല. അപ്പോൾ അവസാനം ഒരു പാട്ട് ദിവസം പാടി പഠിക്കാൻ പറഞ്ഞു. ഒരു 4 വട്ടം പാടിക്കഴിഞ്ഞാൽ അത് ബൈഹാർട്ട് പാട്ട് പാടാൻ തുടങ്ങിയ ബ്രെയിൻ ഷിമിലേക്ക്. അങ്ങനെ നമ്മൾ അവരെ കൊണ്ടുപോകണം. അതുകൊണ്ട് ഫാമിലി നല്ല കൺസെപ്റ്റ് ഉണ്ടാവണം, വർത്തമാനം പറഞ്ഞിരിക്കണം. ഒരു രോഗിയുടെ ആരോഗ്യനില നേരെയാകാനായിട്ട് നമ്മൾ ചികിത്സ മാത്രമല്ല, അതിന് ഈ പറയുന്ന പോലെ മാനസികമായിട്ടും കൂടെ കുറച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ ഈ ഹോസ്പിറ്റൽ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു കോൺസെപ്റ്റ് എല്ലാവരിലേക്കും എത്തിക്കുന്നേ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ, അതാണ് നമ്മുടെ പ്രാർത്ഥന. അതായത് സഹനാവോതു സഹനവനത്തു സഹവീര്യ സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തി മാ കശ്ചിത് ദുഃഖഭാഗ്.